നമ്മുടെ ക്ഷേത്രത്തിലെ അവസാന കളങ്കാവലായിരുന്നു. വിശേഷാൽ കളങ്കാവൽ എന്നാണ് പറയുന്നത്. ഇന്ന് അതിൻ്റെ പരിസമാപ്തിയായിരുന്നു. ഒരുപാട് ഭക്തജനങ്ങളാണ് ഇത് കാണാനായി ക്ഷേത്രത്തിൽ ഇന്ന് എത്തിച്ചേർന്നത്. ഇനി നാളെ തൂക്ക മഹോത്സവമാണ്. അതിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, ജലദോഷമൊക്കെയാണ്. അങ്ങനെ ചൈന ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട് കേട്ടോ. ആ ക്ലബ്ബിൽ ഒരു കൂട്ടം നല്ല ചെറുപ്പക്കാരാണ് നാളത്തേക്കായിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത്. നാളത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കുന്ന തിരക്കിലാണ് പാചകക്കാരെല്ലാവരും. ഇപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. നാളെ എന്താണ്? നാളെ 6000 പേരൊക്കെയുള്ള ഫുഡ്. എന്ത് ഫുഡാണ്? അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, കുറുമക്കറി, തക്കാളി ഫ്രൈ. എങ്ങനെ കാറ്ററിംഗ് ഒക്കെ? അല്ല, അവര് സംഘം സാധനം എടുത്തെന്ന് ഞങ്ങൾ കൂലിക്ക് ചെയ്യുന്നത്. നിങ്ങൾ എത്ര പേരുണ്ട്? നമ്മളിപ്പോ 6 പേരുണ്ട്. ഈ ക്ലബിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുമുണ്ട്. ഇന്നേക്ക് 15 വർഷമായി ഈ സേവനം തുടങ്ങിയിട്ട്. ഇവിടെ വരുന്ന ഭക്തരാരും ഭക്ഷണം കഴിക്കാതെ മടങ്ങിയിട്ടുമില്ല. വൈകുന്നേരം 4 മണിക്കാണ് ഈ സായാഹ്ന ഭക്ഷണം വിളമ്പുന്നത്. 4 മണിക്ക് തുടങ്ങി രാത്രി തൂക്കം കഴിയുന്നതുവരെയും ഈ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ തൂക്ക മഹോത്സവത്തിനായിരിക്കും. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം. സത്യത്തിൽ ഇന്നലെ ഉറങ്ങിയില്ല. എല്ലാവരും അങ്ങനെയാണ്. തൂക്കമാകുമ്പോൾ ആർക്കും ഇവിടെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റ് പാചകം ഏതുവരെ ആയെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. കുറുമക്കറിക്കായിട്ടുള്ള കടല ഇങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, സവാള കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ്. എത്ര പെട്ടെന്നാണെന്നോ ഈ സവാളകളെല്ലാം ഈ രീതിയിൽ കട്ടാക്കി എടുത്തത്. കണ്ടോ, സവാളയെല്ലാം പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്ര ഫിനിഷായിട്ട് വരത്തില്ല. എന്തായാലും ഈ സംഭവം കൊള്ളാം കേട്ടോ. ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ അതൊക്കെ കോയമ്പത്തൂർ? ഇത് എവിടുന്ന വാങ്ങിയ? വാടകയ്ക്ക് എടുത്തതാണ് അല്ലേ? ഇന്നലെ ഞാൻ വന്ന് നിന്നേനെ ഇതുണ്ടായിരുന്നു. പാചകമൊക്കെ ഏതുവരെയായി? മുക്കാൽ ഭാഗമായി. എത്ര മണിയാകുമ്പോൾ കഴിയും? 2 മണിയാവും. 2 മണിയാകുമ്പോൾ കംപ്ലീറ്റ് കഴിയും. വൈകുന്നേരം നമ്മൾ ഒരു 5 മണി മുതലാണ് കൊടുക്കുന്നത് അല്ലേ? 5 മണിയല്ല, 4 മണിയാകുമ്പോഴേക്കും കൊടുക്കും. ഇന്നലെ ഉറങ്ങിയായിരുന്നു? ഉറങ്ങിയോ? കഴിഞ്ഞ 15 വർഷം കൊണ്ട് മുടങ്ങാതെ ഭക്ഷണത്തിനൊന്നും യാതൊരു കുറവും വരാതെ കൃത്യമായിട്ട് ഇവിടെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ് ചൈന ബ്രദേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ്. ആ ക്ലബ്ബിൽ ഞങ്ങളുമുണ്ട്. ഇത്തവണ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം, കുറുമക്കറി, ചപ്പാത്തി, ഇടിയപ്പം ഇതൊക്കെയാണ്. 6000 പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷക്കാലമായി കാത്തിരുന്ന തൂക്ക മഹോത്സവമാണ് ഇന്ന്. ദേവിയെ വരവേൽക്കാനായി തൂക്കക്കാരെല്ലാം ചമഞ്ഞു പോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ എല്ലാ വർഷവും ദേവിയെ സ്വീകരിക്കാൻ നിൽക്കുന്നത് ചൈന ബ്രദേഴ്സാണ് കേട്ടോ. ദേവിയെ സ്വീകരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ദേവി വരുന്നതും കാത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. ചമഞ്ഞു വരുന്ന തൂക്കക്കാരെയും വരവേറ്റുകൊണ്ട് ദേവി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ തൂക്കമായ പണ്ടാര തൂക്കമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വാദ്യമേളങ്ങളോടെയും മുത്തുകുടകൾ, താലപ്പൊലികൾ എന്നിവയുടെ സാന്നിധ്യത്തിലാണ് ദേവി ചമഞ്ഞു വരുന്ന തൂക്കക്കാരെ വരവേറ്റുകൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത്.
ചമഞ്ഞു വന്ന തൂക്കക്കാരും ദേവിയും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ആദ്യ തൂക്കമായ പണ്ടാര തൂക്കം നടക്കാൻ പോവുകയാണ്. എല്ലാവരും ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മണ്ഡപത്തിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഓരോ ക്രമ നമ്പർ അനുസരിച്ചാണ് അവരുടെ നേർച്ച നിർവഹിക്കുന്നത്. മൊത്തം 198 തൂക്കമാണ് ഇത്തവണ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 30 തൂക്കത്തോളം ആയിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ 19 ദിവസത്തെ ഉത്സവമാണ് നടക്കാറ്. ക്ഷേത്രത്തിൽ കൊടികയറി കഴിഞ്ഞാൽ തൂക്കക്കാർ പിന്നെ 19 ദിവസവും ക്ഷേത്രത്തിൽ തങ്ങണം. തൂക്കം കഴിയാതെ പിന്നെ വീട്ടിലേക്ക് മടങ്ങാൻ പാടില്ല. ആ 19 ദിവസവും ക്ഷേത്ര ആചാരങ്ങളൊക്കെ പാലിച്ച് കഠിന വ്രതത്തിലാണ് ഇവർ. ദേവിയെ എഴുന്നള്ളിച്ച് വന്നതിന് ശേഷം എല്ലാവരും നല്ല ക്ഷീണത്തിലാണ് കേട്ടോ. എല്ലാവരും അവരവരുടെ തൂക്കം കഴിയാതെ ഭക്ഷണം ഒന്നും കഴിക്കാറുമില്ല. അമ്മമാരെല്ലാം കുഞ്ഞുമക്കളെ ഒരുക്കുന്ന തിരക്കിലുമാണ്. കുഞ്ഞുമക്കളെല്ലാം ക്ഷീണിച്ച് ഉറങ്ങി എന്നതാണ് വാസ്തവം. ഇനി പാചകപ്പുരയിലെ കാഴ്ചകൾ. ഇവിടെ കറിയൊക്കെ ഏകദേശം സെറ്റായി. ഇനി ഭക്ഷണം കൊടുക്കാനുള്ള സമയമാണ്. തൂക്ക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു സായാഹ്ന ഭക്ഷണത്തിന്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 15 വർഷക്കാലമായിട്ട് ചൈന പ്രദേശ് എന്ന യുവജന സംഘടനയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ ഉൾപ്പെടും കേട്ടോ. അപ്പം ഒരു 6000 പേർക്കെങ്കിലും ഉള്ള, 6000 അല്ല അതിൽ കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും, അത്രയും പേർക്കുള്ള ഒരു ഫുഡിൻ്റെ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തോടെ തൂക്ക മഹോത്സവം സമാപനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വളരെ സന്തോഷമായിട്ട് പിരിയാൻ അതിന് വേണ്ടിയിട്ട് ഈ സംഘടന, ഈ ചൈന പ്രദേശ് ഇവിടെ അത്രയും വളരെ ഗംഭീരമായിട്ടും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഇങ്ങനെ ലൈവായിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. എന്നാൽ തന്നെ ഇവർ മാക്സിമം സ്പീഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ലബിലെ മെമ്പേഴ്സ് എല്ലാം 19 ദിവസവും ഉറക്കവുമൊന്നും ഇല്ലാതെ എല്ലാ കാര്യത്തിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നവരാണ് കേട്ടോ. ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ടാണ് ഇവർ സായാഹ്ന ഭക്ഷണം വിളമ്പുന്നത്. തൂക്കവും മാത്രമല്ല, ഇത്തവണ സ്റ്റേജിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
അവസാന തൂക്കവും ചൈന ബ്രദേഴ്സിൻ്റെ കണക്കായിരുന്നു. 15 വർഷം തികയുന്നത് പ്രമാണിച്ചാണ് ഇത്തവണ അവർ തൂക്കം നടത്തിയത്. അങ്ങനെ വളരെ ഭക്തിപൂർവ്വം ഭംഗിയായിട്ട് ഇത്തവണത്തെ തൂക്ക മഹോത്സവം അവസാനിച്ചിരിക്കുകയാണ്.